ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. SSC, ബാങ്ക് ആൻഡ് റെയിൽവേ ഈ 3 എക്സാംസിനും ഗവൺമെന്റ് സ്കീംസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ റീസെന്റ് ആയിട്ട് ന്യൂസിൽ വന്നിട്ടുള്ള ഗവൺമെന്റ് സ്കീംസിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് സ്കീംസിന്റെ ഈ ഒരു സീരീസ് ദിശ അക്കാഡമി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഗവൺമെന്റ് സ്കീംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പുതിയ സ്കീംസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടാനായിട്ട് പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് സ്കീമാണെന്ത്? PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന. ഇന്നത്തെ ഫസ്റ്റ് സ്കീമാണ് PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന. സോ ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് 15 ഫെബ്രുവരി 2024 2024 ലോഞ്ച് ചെയ്ത സ്കീമാണെന്ത്? PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന. ഇനി ഒരു സ്കീമിന്റെ പേർപ്പസ് ഓർ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സ്കീമാണെന്ത്? വേൾഡിലെ തന്നെ ലാർജസ്റ്റ് റൂഫ് ടോപ്പ് സോളാർ ഇനിഷ്യേറ്റീവ്. സോ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് റൂഫ് ടോപ്പ് സോളാർ ഇനിഷ്യേറ്റീവ് ആണെന്ത്? PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന. ആൻഡ് ഈ ഒരു സ്കീമിന്റെ മെയിൻ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർച്ച് 2027 കൂടി ഇന്ത്യയിലെ 1 crore ഹൗസ് ഹോൾഡ്സിൽ 1 കോടി വീടുകളിൽ എന്ത് ചെയ്യുക, ഫ്രീ ഇലക്ട്രിസിറ്റി എത്തിക്കുക ത്രൂ ദ ഇൻസ്റ്റലേഷൻ ഓഫ് സോളാർ പാനൽസ്. സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാർച്ച് 2027 കൂടി ഇന്ത്യയിലെ 1 കോടി ഹൗസ് ഹോൾഡ്സിൽ 1 കോടി വീടുകളിൽ എന്ത് ചെയ്യുക, ഫ്രീ ഇലക്ട്രിസിറ്റി എത്തിക്കുക എന്നുള്ളതാണ് PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജനയുടെ എയിം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി ഏതാന്ന് ചോദിച്ചാൽ, മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ആണ് PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജനയുടെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കീമാണെന്ന് ചോദിച്ചാൽ, ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. സെൻട്രൽ സെക്ടർ സ്കീം എന്താണെന്ന് അറിയാലോ? സെൻട്രൽ സെക്ടർ സ്കീം മീൻസ് ഈ ഒരു സ്കീമിന്റെ 100% ഫണ്ടിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നത് ആര് തന്നെയായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് തന്നെയായിരിക്കും. സോ 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ ഇംപ്ലിമെന്റേഷനും ആര് തന്നെയായിരിക്കും ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് തന്നെയായിരിക്കും ത്രൂ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ്. സോ സെൻട്രൽ സെക്ടർ സ്കീമാണ്, വിച്ച് മീൻസ് 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇംപ്ലിമെന്റേഷനും ആര് തന്നെയാണ്? സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഈ ഒരു സ്കീമിന് ഒരാൾ എലിജിബിൾ ആകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? അയാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഈ ഒരു സ്കീമിന് എന്തുള്ളൂ, എലിജിബിലിറ്റി ഉള്ളൂ. ആൻഡ് ഈ ഇന്ത്യൻ സിറ്റിസന് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരിക്കണം. ആൻഡ് ആ വീടിൽ എന്തുണ്ടായിരിക്കണം? ഒരു റൂഫ് ടോപ്പ് ഉണ്ടായിരിക്കണം. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഇന്ത്യൻ സിറ്റിസന് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരിക്കണം. ആൻഡ് ആ വീടിന് എന്തുണ്ടായിരിക്കണം? ഒരു റൂഫ് ഉണ്ടായിരിക്കണം, വിച്ച് ഈസ് കേപ്പബിൾ ഫോർ ഇൻസ്റ്റാളിങ് സോളാർ പാനൽസ്. അതായത് സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു റൂഫ് ഉള്ള വീടുകൾ ഉള്ള ഇൻഡിവിജ്വൽസിന് മാത്രമാണ് ഈ ഒരു സ്കീമിന് എന്ത് വരുന്നത്, എലിജിബിലിറ്റി വരുന്നത്. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അയാൾക്കൊരു വീടുണ്ടായിരിക്കണം, ആൻഡ് ആ വീടിന് റൂഫ് ഉണ്ടായിരിക്കണം, വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇൻസ്റ്റാളിങ് സോളാർ പാനൽസ്. സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള റൂഫ് ഉള്ള വീടുകൾ ഉണ്ടായിരിക്കണം. അതാണ് രണ്ടാമത്തെ എലിജിബിലിറ്റി കണ്ടീഷൻ. ആൻഡ് മൂന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു വീടിന് എന്തുണ്ടായിരിക്കണം? ഒരു വാലിഡ് ആൻഡ് ആക്റ്റീവ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടായിരിക്കണം. ഒരു വാലിഡ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് അതെന്തായിരിക്കണം? ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കണം. ഇതാണ് മൂന്നാമത്തെ എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് നാലാമത്തെ എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സബ്സിഡി അവൈൽ ചെയ്യാൻ പാടുണ്ടായിരിക്കുന്നതല്ല. അതായത് സോളാർ പാനൽ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് മുൻപൊരിക്കലും ഒരു സ്കീമിന്റെ അണ്ടറിലും സബ്സിഡി വാങ്ങിയിട്ടുള്ള ആളായിരിക്കരുത്. അതായത് ഫ്രഷ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് മാത്രമേ എന്തുള്ളൂ, ഈ ഒരു സ്കീമിന്റെ എലിജിബിലിറ്റി ഉള്ളൂ. മുൻപ് ഏതെങ്കിലും ഒരു സ്കീമിൽ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സബ്സിഡി അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, അവർ ഈ സ്കീമിന് എന്തല്ല, എലിജിബിൾ ആയിരിക്കില്ല. ഇതാണെന്ത് 4 എലിജിബിലിറ്റി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജനയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? റൂഫ് ടോപ്പിൽ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡി ലഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ബെനിഫിറ്റ് PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജനയുടെ ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൂഫ് ടോപ്പിൽ, ഒരു വീടിന്റെ റൂഫ് ടോപ്പിൽ സോളാർ പ്ലാന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡി ലഭിക്കുന്നതായിരിക്കും. എത്ര ശതമാനം വരെ? 40% സബ്സിഡി വരെ ലഭിക്കുന്നതായിരിക്കും.
റൂഫ് ടോപ്പിൽ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് 40% വരെ എന്ത് ചെയ്യും, സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ഇലക്ട്രിസിറ്റി. സോ ഗവൺമെന്റിന്റെ കാൽക്കുലേഷൻ പ്രകാരം ഈ ഒരു സ്കീം വഴി സോളാർ പ്ലാന്റ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം 300 യൂണിറ്റ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാമെന്നാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് എയിം ചെയ്യുന്നത്. ഒരു വീട്ടിൽ ഈ ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ആ വീടിന് 300 യൂണിറ്റ് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാൻ സാധിക്കും, സോളാർ പ്ലാന്റ്സ് വഴി ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഈ ഇലക്ട്രിസിറ്റി എന്തായിരിക്കും, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. സോളാർ പ്ലാന്റ് വഴി ജനറേറ്റ് ചെയ്യുന്ന ഈ ഇലക്ട്രിസിറ്റി എന്തായിരിക്കും, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. അതുവഴി ആ വീടിന് എന്ത് കിട്ടും, ഫ്രീ ഇലക്ട്രിസിറ്റി കിട്ടും. 300 യൂണിറ്റ്സ് വരെ, ഒരു മാസം 300 യൂണിറ്റ്സ് വരെ ഫ്രീ ഇലക്ട്രിസിറ്റി എന്ത് കിട്ടും, ആ ഒരു വീടിന് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് എക്സ്ട്രാ ആയിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ 300 യൂണിറ്റ്സിൽ കൂടുതൽ എക്സ്ട്രാ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഹൗസ് ഹോൾഡിന് സെല്ല് ചെയ്തുകൊണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാനും സാധിക്കും. അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി വേണമെങ്കിൽ ഈ ഒരു വീട്ടുകാരൻ എന്ത് ചെയ്യാൻ സാധിക്കും, സെല്ല് ചെയ്തുകൊണ്ട് അതുവഴി റവന്യൂ ജനറേറ്റ് ചെയ്യാനും സാധിക്കും. ആൻഡ് ഈ ഒരു സ്കീമിന് ബഡ്ജറ്റിൽ അനുവദിച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് 75,021 crore ആണ്. 75,021 കോടി രൂപയാണ് ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് എന്തിരിക്കുന്നത്, ബഡ്ജറ്റിൽ മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ സ്കീമാണെന്ത്, പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന. സെക്കൻഡ് സ്കീമാണ് പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന. ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് 18 ഫെബ്രുവരി 2016 ആണ്. 2016 ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണെന്ത്, പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന. ആൻഡ് ഈ ഒരു പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഇതൊരു ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമാണ്. അതായത് ക്രോപ്സിന് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമാണെന്ത്, പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന. സോ ലൈഫ് ഇൻഷുറൻസും വെഹിക്കിൾ ഇൻഷുറൻസും പോലെ ക്രോപ്സിന് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണെന്ത്, പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന. ആൻഡ് ഈ ഒരു സ്കീമിന്റെ മെയിൻ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മൂലമോ പെസ്റ്റിന്റെ അറ്റാക്ക് മൂലമോ ഡിസീസസ് മൂലമോ ക്രോപ്സിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഫാമേഴ്സിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഫാമേഴ്സിന് ഒരു ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് എന്ത്, ഈ ഒരു സ്കീമിന്റെ എയിം എന്ന് പറയുന്നത്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മൂലമോ പെസ്റ്റ് മൂലമോ ഡിസീസസ് മൂലമോ ക്രോപ്സിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഫാമേഴ്സിന് ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്താണ്, ഒരു ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമാണ്. ആൻഡ് ഈ ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമിൽ ഫാമേഴ്സിന് വളരെ ചെറിയൊരു തുക മാത്രമേ എന്ത് ചെയ്യേണ്ടി വരുന്നുള്ളൂ, പ്രീമിയം ആയിട്ട് അടയ്ക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ആൻഡ് ഈ ഒരു സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ്. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ അണ്ടറിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന സ്കീമാണെന്ത്, ഈ ഒരു പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്താണെന്ന് അറിയാലോ. സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുമ്പോൾ ഈ ഒരു സ്കീമിന്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഷെയർഡ് ആയിരിക്കും. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ്സും ഷെയർ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കീമിന്റെ ഫണ്ടിങ് കണ്ടെത്തുന്നത്. സോ ഇറ്റ് ഈസ് ഷെയർഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇടയിൽ ഫണ്ടിങ് ഷെയർഡ് ആയിരിക്കും. ആൻഡ് ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരായിരിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. എന്താണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്കീമിന്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് ഷെയർഡ് ആയിരിക്കും ബിറ്റ്വീൻ ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ബട്ട് മെജോറിറ്റി ഫണ്ടിങ്ങും ആര് തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെന്റ് തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് ആരായിരിക്കും ചെയ്യുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും ചെയ്യുന്നത്. ഇതാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം. ഫണ്ടിങ് ഷെയർ ചെയ്യും, മെജോറിറ്റി ഷെയറും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ആരായിരിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും ചെയ്യുന്നത്. ഇതാണ് ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുന്നത്. ആൻഡ് പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന എന്ന് പറയുന്നതാണ് ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. നെക്സ്റ്റ്, ഈ ഒരു പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജനയുടെ കീ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് കീ ബെനിഫിറ്റ് ആണെന്ത്, ഇതൊരു കോംപ്രിഹെൻസീവ് കവറേജ് തരുന്ന സ്കീമാണ്. അതായത് ക്രോപ്സിന് കോംപ്രിഹെൻസീവ് കവറേജ് തരുന്ന ഒരു സ്കീമാണ് പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന. അതായത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ക്രോപ്സിന് ഇൻഷുറൻസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ പെസ്റ്റിന്റെ അറ്റാക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിസീസസ് മൂലമുള്ള ലോസസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മൂലമോ പെസ്റ്റിന്റെ അറ്റാക്ക് മൂലമോ അല്ലെങ്കിൽ ഡിസീസസ് മൂലമോ ആണ് ക്രോപ്സിന് നഷ്ടം വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഈ ഒരു സ്കീമിന്റെ അകത്ത് കവേർഡ് ആണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ്, അതായത് ഹാർവസ്റ്റ് കഴിഞ്ഞതിന് ശേഷം
ഹെയിൽ സ്റ്റോംസ്, അതായത് ആലിപ്പഴം അല്ലെങ്കിൽ എന്താണ് വലിയ ഐസ് ക്യൂബ്സ് റെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഫോൾ ചെയ്യുന്നു. അതുപോലെയുള്ള ഹെയിൽ സ്റ്റോംസ് മൂലമോ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ്സ് മൂലമോ ഹാർവസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ക്രോപ്സിന് നഷ്ടം വന്നു കഴിഞ്ഞാലും അതും എന്താണ് ഈ ഒരു സ്കീമിനകത്ത് കവേർഡ് ആണ്. സോ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പെസ്റ്റ്, ഡിസീസസ് ഇതുമൂലം ക്രോപ്സിന് ഉണ്ടാകുന്ന നഷ്ടം ഇതിനകത്ത് കവേർഡ് ആണ്. അതുപോലെ തന്നെ ഹാർവസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ലോസസ്, പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് ഡ്യൂ ടു ഹെയിൽ സ്റ്റോംസ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ് അതും ഈ ഒരു സ്കീമിന്റെ അകത്ത് എന്താണ്, കവേർഡ് ആണ്. എന്നാൽ പ്രിവെന്റബിൾ ആയിട്ടുള്ള ലോസസ് അതായത് വോർ മൂലമോ ന്യൂക്ലിയർ റിസ്ക് മൂലമോ അല്ല മലീഷ്യസ് ഡാമേജ്, അതായത് ഇന്റൻഷനലി ഇൻഷുറൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ക്രോപ്സിന് നഷ്ടം വരുത്തുന്നു, മലീഷ്യസ് ഡാമേജ് മൂലമോ അല്ല പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു റിസ്ക്. ഫോർ എക്സാമ്പിൾ റിസൾട്ടിന് ശേഷം ഈ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പർലി സ്റ്റോർ ചെയ്യുന്നില്ല, അതുമൂലം മഴ പെയ്തപ്പോൾ ഈ ക്രോപ്സ് എന്ത് ചെയ്തു, നശിച്ചു പോയെന്ന് വിചാരിക്കുക. അങ്ങനെ പ്രിവെന്റബിൾ ആയിട്ടുള്ള റിസ്ക് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു സ്കീമിനകത്ത് കവേർഡ് അല്ല. സോ വാർ, ന്യൂക്ലിയർ റിസ്ക്, അതുപോലെ തന്നെ മലീഷ്യസ് ഡാമേജ് ഓർ പ്രിവെന്റബിൾ റിസ്ക് ഇത് മൂലം ഉണ്ടാകുന്ന ക്രോപ്സിന്റെ ലോസ് ഒന്നും തന്നെ ഈ ഒരു സ്കീമിനകത്ത് കവേർഡ് അല്ല. സോ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ട് സംഭവിക്കുന്ന ക്രോപ്പ് ലോസ് ഒന്നും തന്നെ ഈ ഒരു സ്കീമിനകത്ത് കവേർഡ് അല്ല. ബട്ട് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന സിറ്റുവേഷൻസിൽ ക്രോപ്പിന് നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് ഈ സ്കീമിനകത്ത് എന്താണ്, കവേർഡ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കീ ബെനിഫിറ്റ് ആണെന്ത്, ടൈംലി കോമ്പൻസേഷൻ. സോ ടൈംലി കോമ്പൻസേഷൻ ആണ് രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഹാർവസ്റ്റിംഗ് സീസൺ കഴിഞ്ഞതിന് ശേഷം വിത്തിൻ 2 months 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലെയിംസ് എല്ലാം തന്നെ സെറ്റിൽ ചെയ്യുന്നുണ്ട്. സോ ക്രോപ്പിന് നഷ്ടം സംഭവിച്ചു ആൻഡ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു. അങ്ങനെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഹാർവസ്റ്റിംഗ് സീസൺ കഴിഞ്ഞതിന് ശേഷം വിത്തിൻ 2 months എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്ലെയിം സെറ്റിൽ ചെയ്യുന്നുണ്ട്. അതായത് ഹാർവസ്റ്റ് കഴിഞ്ഞതിന് ശേഷം 2 മാസത്തിനകം തന്നെ ഈ ഇൻഷുറൻസ് തുക ആരുടെ കയ്യിൽ കിട്ടും, ഫാമേഴ്സിന്റെ കയ്യിൽ കിട്ടും. അതാണെന്ത്, ടൈംലി കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ ബെനിഫിറ്റ് ആണെന്ത്, ടെക്നോളജി ഡ്രിവൺ ഇംപ്ലിമെന്റേഷൻ. സോ മൂന്നാമത്തെ ബെനിഫിറ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, ഈ ഒരു സ്കീമിന്റെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ടെക്നോളജി ഡ്രിവൺ ഇംപ്ലിമെന്റേഷൻ. അതായത് ക്രോപ്പ് ലോസിന്റെ എസ്റ്റിമേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്വാൻസ് ടെക്നോളജീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കീമിൽ യൂസ് ചെയ്യുന്നത്. സാറ്റലൈറ്റ് ഇമേജിംഗ്, ഡ്രോൺസ് ആൻഡ് മൊബൈൽ ആപ്സ്. സാറ്റലൈറ്റ് ഇമേജിംഗ് വഴിയും ഡ്രോൺസും മൊബൈൽ ആപ്പ് വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്രോപ്പ് ലോസിന്റെ എസ്റ്റിമേഷൻ എടുക്കുന്നത്. അതായത് അഡ്വാൻസ് ടെക്നോളജീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ ക്രോപ്പ് ലോസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്ലെയിംസ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അഫോർഡബിൾ പ്രീമിയം. അടുത്തൊരു അഡ്വാൻറ്റേജ് ആണെന്ത്, അഫോർഡബിൾ പ്രീമിയം എന്ന് പറയുന്നത്. അതായത് ഫാമേഴ്സിന് ഈ ഒരു പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയ്ക്ക് അടയ്ക്കേണ്ടി വരുന്ന പ്രീമിയം തുക എന്ന് പറയുന്നത് എന്താണ്, വളരെ വളരെ കുറവാണ്. അത് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫാമർ ഈ ഒരു സ്കീമിൽ പേ ചെയ്യേണ്ട മാക്സിമം പ്രീമിയം എന്ന് പറയുന്നത് ഖാരിഫ് ക്രോപ്സിന്റെ കേസിലാണെങ്കിൽ 2% മാത്രം. എത്രയാണോ അടയ്ക്കേണ്ട ഇൻഷുറൻസ് പ്രീമിയം അതിന്റെ 2%, ഖാരിഫ് ക്രോപ്സിന്റെ കേസിൽ അതിന്റെ 2% മാത്രം എന്ത് ചെയ്താൽ മതി, ഫാമേഴ്സ് പേ ചെയ്താൽ മതി. അതുപോലെ തന്നെ റാബി ക്രോപ്സിന്റെ കേസിലാണെങ്കിൽ 1.5% മാത്രം എന്ത് ചെയ്താൽ മതി, ഫാമേഴ്സ് പേ ചെയ്താൽ മതി. ആൻഡ് കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സിന്റെ കേസിലാണെങ്കിൽ 5% മാത്രം ഫാമേഴ്സ് പേ ചെയ്താൽ മതി. ഈ ഒരു ഇൻഷുറൻസ് സ്കീമിന് എത്രയാണോ അടയ്ക്കേണ്ട പ്രീമിയം ആ അടയ്ക്കേണ്ട പ്രീമിയത്തിന്റെ 2%, ഖാരിഫ് ക്രോപ്സ് ആണെങ്കിൽ 2%, റാബി ക്രോപ്സ് ആണെങ്കിൽ 1.5%, കൊമേഴ്ഷ്യൽ ഓർ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ് ആണെങ്കിൽ 5% മാത്രം എന്ത് ചെയ്താൽ മതി, ഫാമേഴ്സ് പേ ചെയ്താൽ മതി. ബാക്കി റിമൈനിങ് എമൗണ്ട്സ് എല്ലാം തന്നെ ആര് പേ ചെയ്യും, ഗവൺമെന്റ് ആയിരിക്കും പേ ചെയ്യുന്നത്. സോ ബാക്കി റിമൈനിങ് എമൗണ്ട് എല്ലാം അല്ലെങ്കിൽ ബാക്കി റിമൈനിങ് പ്രീമിയം എല്ലാം തന്നെ ഗവൺമെന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പേ ചെയ്യുന്നത്. സോ ടോട്ടൽ പ്രീമിയത്തിന്റെ 2%, ഖാരിഫ് ക്രോപ്സിനാണെങ്കിൽ 2%, റാബി ക്രോപ്സിനാണെങ്കിൽ 1.5%, കൊമേഴ്ഷ്യൽ ക്രോപ്സിനാണെങ്കിൽ 5% മാത്രം എന്ത് ചെയ്താൽ മതി, ഫാമേഴ്സ് പേ ചെയ്താൽ മതി. ബാക്കി റിമൈനിങ് പ്രീമിയം മുഴുവൻ അടയ്ക്കുന്നത് ആര് തന്നെയായിരിക്കും, ഗവൺമെന്റ് ആയിരിക്കും അടയ്ക്കുന്നത്. ഇനി ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാന്ന് പറഞ്ഞു. സോ ബാക്കി വരുന്ന പ്രീമിയം സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഷെയർ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പേ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഷെയർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50-50 റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. ബാക്കിയുള്ള പ്രീമിയം എമൗണ്ട്, ഈ ഒരു ഇൻഷുറൻസ് സ്കീമിന്റെ ബാക്കി വരുന്ന പ്രീമിയം എമൗണ്ടിന്റെ 50% സെൻട്രൽ ഗവൺമെന്റ് പേ ചെയ്യും, 50% എന്ത് ചെയ്യും, സ്റ്റേറ്റ് ഗവൺമെന്റ് പേ ചെയ്യും. ഇനി ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ കേസിൽ ഈ ഒരു ഷെയറിങ്ങിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്.
നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ കേസിലാണെങ്കിൽ 90%, ബാക്കി പ്രീമിയത്തിന്റെ 90%ഉം സെൻട്രൽ ഗവൺമെന്റ് പേ ചെയ്യും, 10% മാത്രം എന്ത് ചെയ്താൽ മതി, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് പേ ചെയ്താൽ മതി. സോ ഫാമേഴ്സ് എത്രയാണോ പ്രീമിയം അടയ്ക്കുന്നത് അതിന്റെ റിമൈനിങ് എല്ലാ പ്രീമിയം അടയ്ക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും. സെൻട്രലി സ്പോൺസേഡ് സ്കീം ആയതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ബാക്കി വരുന്ന റിമൈനിങ് പ്രീമിയം എമൗണ്ട് ഷെയർ ചെയ്യുന്നത്. ആൻഡ് എങ്ങനെയാണ് ഷെയറിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെന്റർ 50%, സ്റ്റേറ്റ്സ് 50%. സോ 50-50 റേഷ്യോയിലായിരിക്കും ബാക്കിയുള്ള റിമൈനിങ് പ്രീമിയം പേ ചെയ്യുന്നത്. ആൻഡ് ഒരു എക്സെപ്ഷൻ ഉണ്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ കേസിൽ. നോർമൽ സ്റ്റേറ്റ്സിന്റെ കേസിൽ 50-50 റേഷ്യോ ആണ്. എന്നാൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ കേസിൽ എന്താണ്, ഈ ഒരു റേഷ്യോ 90:10 റേഷ്യോ ആണ്. 90% സെൻട്രൽ ഗവൺമെന്റും 10% സ്റ്റേറ്റ് ഗവൺമെന്റും. ബാക്കി സ്റ്റേറ്റ്സിന്റെ കേസിലാണെങ്കിൽ 50% സെൻട്രൽ ഗവൺമെന്റും 50% സ്റ്റേറ്റ് ഗവൺമെന്റും ആയിരിക്കും പേ ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്കീം എന്ന് പറയുന്നത് എന്താണ്, ഒരു വോളണ്ടറി സ്കീമാണ്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്ന് പറയുന്നത് ഒരു വോളണ്ടറി സ്കീമാണ്. അതായത് അഗ്രികൾച്ചറൽ ലോൺസ് എടുത്തിട്ട് കൃഷി ചെയ്യുന്ന ഫാമേഴ്സിന് ഒഴികെ ബാക്കി എല്ലാവർക്കും എന്താണ്, ഈ ഒരു സ്കീം എന്ന് പറയുന്ന വോളണ്ടറി ആണ്. സോ അഗ്രികൾച്ചറൽ ലോൺ ഒരു സ്പെസിഫിക് കാറ്റഗറിയിലുള്ള അഗ്രികൾച്ചറൽ ലോൺസ് എടുത്തിട്ടുള്ള ഫാമേഴ്സിന് ഈ ഒരു സ്കീം മാൻഡേറ്ററി ആണ്. എന്നാൽ ബാക്കി ഫാമേഴ്സിന്, അതായത് അഗ്രികൾച്ചറൽ ലോൺ എടുക്കാതെ കൃഷി ചെയ്യുന്ന ബാക്കി ഫാമേഴ്സിനെല്ലാം തന്നെ ഈ ഒരു സ്കീം എന്താണ്, വോളണ്ടറി ആണ്. അതായത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കീമിനകത്ത് എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി. ആൻഡ് ഈ ഒരു സ്കീം എന്ന് പറയുന്നത് എന്താണ്, എല്ലാ സ്റ്റേറ്റ്സിനും എല്ലാ UTസിനും ഓപ്പൺ ആണ്. ഏത് സ്റ്റേറ്റിന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു സ്കീമിനകത്തേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സ്കീം പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്നുള്ള ഈ ഒരു സ്കീം ഒരു വോളണ്ടറി സ്കീമാണ്. സോ ഫാമേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. ആൻഡ് എക്സെപ്റ്റ് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് അഗ്രികൾച്ചറൽ ലോൺസ് അവൈൽ ചെയ്തിട്ട് കൃഷി ചെയ്യുന്ന ഫാമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് മാൻഡേറ്ററി ആണ്. ബാക്കിയുള്ള ഫാമേഴ്സിന് എന്താണ്, ഈ ഒരു സ്കീം വോളണ്ടറി ആണ്. ആൻഡ് ഈ ഒരു സ്കീം എന്ന് പറയുന്നത് എന്താണ്, എല്ലാ സ്റ്റേറ്റ്സിനും എല്ലാ യൂണിയൻ ടെറിട്ടറീസിനും ഓപ്പൺ ആണ്. അവർ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, അവർക്ക് ഈ ഒരു സ്കീമിനകത്തേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. So next scheme is PM വിശ്വകർമ്മ സ്കീം. അടുത്ത സ്കീമാണ് PM വിശ്വകർമ്മ സ്കീം. ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്യുന്നത് 17 സെപ്റ്റംബർ 2023 2023 ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണെന്ത്, PM വിശ്വകർമ്മ സ്കീം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ ബേസിക് ആയിട്ടുള്ള എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് യൂസ് ചെയ്ത്, സോ മാനുവൽ ആൻഡ് ടൂൾ ബേസ്ഡ് വർക്കിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന ട്രഡീഷണൽ ആർട്ടിസൻസിനെയും അതുപോലെ തന്നെ ക്രാഫ്റ്റ് പീപ്പിളിനെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു PM വിശ്വകർമ്മ സ്കീമിന്റെ ബേസിക് എയിം എന്ന് പറയുന്നത്. ഹാൻഡ് ബേസ്ഡ് അല്ലെങ്കിൽ മാനുവൽ വർക്കിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന ട്രഡീഷണൽ ആർട്ടിസൻസിനെയും അതുപോലെ തന്നെ ക്രാഫ്റ്റ് പീപ്പിളിനെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ PM വിശ്വകർമ്മ സ്കീമിന്റെ എയിം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണെന്ത് ഈ ഒരു സ്കീമിന്റെ PM വിശ്വകർമ്മ സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം. PM വിശ്വകർമ്മ സ്കീം എന്ന് പറയുന്നത് ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. വിച്ച് മീൻസ് 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത് ആരായിരിക്കും, സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസ് ആയിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സോ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസോ ആയിരിക്കും. ആൻഡ് ഈ ഒരു സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് 3 മിനിസ്ട്രീസ് കമ്പൈൻഡ് ആയിട്ടാണ് നടത്തുന്നത്. ഈ ഒരു സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ്, മിനിസ്ട്രി ഓഫ് MSME ആണ്. ബട്ട് ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 3 മിനിസ്ട്രീസ് ജോയിന്റ് ആയിട്ടാണ്, കമ്പൈൻഡ് ആയിട്ടാണ് ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ മിനിസ്ട്രി എന്ന് നോക്കിയാൽ യൂണിയൻ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, നോഡൽ മിനിസ്ട്രി ആയിട്ടുള്ള യൂണിയൻ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസും മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റും മിനിസ്ട്രി ഓഫ് ഫൈനാൻസും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 3 മിനിസ്ട്രീസ് ആണ് PM വിശ്വകർമ്മ സ്കീം എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. MSME, മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഈ 3 യൂണിയൻ മിനിസ്ട്രീസ് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, PM വിശ്വകർമ്മ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എലിജിബിലിറ്റി. ഈ ഒരു സ്കീമിന്റെ PM വിശ്വകർമ്മ സ്കീമിന്റെ എലിജിബിലിറ്റി കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്കീമിന് അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കന്റ് എന്തായിരിക്കണം, ഒരു ആർട്ടിസൻ അല്ലെങ്കിൽ ക്രാഫ്റ്റ് പേഴ്സൺ ആയിരിക്കണം. ആൻഡ് അയാൾ വർക്ക് ചെയ്യുന്നത് 18 ഫാമിലി ബേസ്ഡ് ട്രഡീഷണൽ ട്രേഡ്സിലായിരിക്കണം.
സോ ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എലിജിബിൾ ആയിട്ടുള്ള 18 ഫാമിലി ബേസ്ഡ് ട്രഡീഷണൽ ട്രേഡ്സ് ഉണ്ട്. ഈ 18 ഫാമിലി ബേസ്ഡ് ട്രഡീഷണൽ ട്രേഡ്സിൽ മാനുവൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന, അതായത് ഹാൻഡ്സും ടൂൾസും യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആർട്ടിസൻസിന് അല്ലെങ്കിൽ ക്രാഫ്റ്റ് പീപ്പിളിനാണെന്ത് ഈ ഒരു സ്കീമിനകത്ത് എലിജിബിലിറ്റി ഉള്ളത്. ആൻഡ് അവർ വർക്ക് ചെയ്യുന്നത് ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ബേസിസ് ആയിരിക്കണം. ഒരു കമ്പനിയുടെ അണ്ടറിലായിരിക്കരുത് അവർ വർക്ക് ചെയ്യുന്നത്, അവർ സെൽഫ് എംപ്ലോയ്മെന്റ് ബേസിസിലായിരിക്കണം വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു PM വിശ്വകർമ്മ സ്കീമിന്റെ അണ്ടറിൽ എലിജിബിൾ ആയിട്ടുള്ള 18 ഫാമിലി ബേസ്ഡ് ട്രഡീഷണൽ ട്രേഡ്സ് ഉണ്ട്. ഈ 18 ഫാമിലി ബേസ്ഡ് ട്രഡീഷണൽ ട്രേഡ്സിൽ വർക്ക് ചെയ്യുന്ന ഹാൻഡ്സും ടൂൾസും യൂസ് ചെയ്ത്, അതായത് മാനുവൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആർട്ടിസൻസ് അല്ലെങ്കിൽ ക്രാഫ്റ്റ് പേഴ്സൺസ് ആൻഡ് അവർ സെൽഫ് എംപ്ലോയ്മെന്റ് ബേസിസിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്താണ് ഈ ഒരു സ്കീമിന് എലിജിബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്കീമിന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ, രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പേഴ്സൺ എന്തായിരിക്കണം 18 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ആൻഡ് ആക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കണം ഈ ട്രേഡിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം. PM വിശ്വകർമ്മ സ്കീമിന് അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കന്റ് ഈ ഒരു സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ 18 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ആൻഡ് രജിസ്ട്രേഷൻ ടൈമിൽ ഇയാൾ ഈ ഒരു ട്രേഡിൽ എന്തായിരിക്കണം ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ മുൻപ് ലാസ്റ്റ് 5 ഇയേഴ്സിൽ, അവസാനത്തെ അതായത് ലാസ്റ്റ് 5 ഇയേഴ്സിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു ആപ്ലിക്കന്റ് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമിലോ മുദ്ര സ്കീമിലോ PM സ്വനിധി സ്കീമിലോ ലോൺസ് അവൈൽ ചെയ്യാൻ പാടുള്ളതല്ല. സോ ഈ ഒരു ആപ്ലിക്കന്റ് ഈ ഒരു സ്കീമിന് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ടു മുന്നേ ഉള്ള 5 വർഷങ്ങളിൽ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമിലോ മുദ്ര സ്കീമിലോ PM സ്വനിധി സ്കീമിലോ എന്ത് ചെയ്യാൻ പാടില്ല, ലോൺസ് ഒന്നും എടുത്തിരിക്കാൻ പാടില്ല. ഇനി ഒരു എക്സെപ്ഷൻ ഉണ്ട്. മുൻപ് ഈ സ്കീംസിൽ ലോൺ എടുത്തിട്ട് ആ ലോൺ ഫുള്ളായിട്ട് റീപേ ചെയ്തവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ സ്കീമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ലാസ്റ്റ് 5 ഇയേഴ്സിൽ ഈ 3 സ്കീംസിന്റെ അണ്ടറിൽ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, മുദ്ര സ്കീം, PM സ്വനിധി സ്കീം, ഈ 3 സ്കീമിന്റെ അണ്ടറിൽ ലോൺസ് എടുത്തിട്ടുള്ളവർക്ക് ഈ ഒരു PM വിശ്വകർമ്മ സ്കീമിന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ഈ ലോൺസ് എടുത്ത് അത് ഫുള്ളി റീപേ ചെയ്തവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു സ്കീമിനകത്ത് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഒരു ഫാമിലിയിലെ ഒരു മെമ്പർക്ക് മാത്രമേ എന്ത് കിട്ടൂ, ഈ ഒരു സ്കീമിന്റെ ബെനിഫിറ്റ് കിട്ടൂ. ഒരു ഫാമിലിയിലെ ഒരു മെമ്പർക്ക് മാത്രമേ ഈ ഒരു സ്കീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ആൻഡ് ഇവിടെ ഫാമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹസ്ബൻഡ്, വൈഫ്, അൺമാരീഡ് ചിൽഡ്രൻ. ഇവർ 3 പേരെയാണ് ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഹസ്ബൻഡ്, വൈഫ്, അൺമാരീഡ് ചിൽഡ്രൻ. ഇവർ 3 പേരും അടങ്ങുന്നതാണ് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ ഫാമിലിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഒരു ഫാമിലിയിലെ ഒരു മെമ്പർക്ക് മാത്രമേ ഈ ഒരു സ്കീമിന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കൂ. ആൻഡ് ഈ ഒരു സ്കീമിന് എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഗവൺമെന്റ് എംപ്ലോയീസിനോ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോ ഈ സ്കീമിന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. ഗവൺമെന്റ് മെമ്പേഴ്സിനും ഈ സ്കീമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഫാമിലി മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ ഒരു സ്കീമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇനി ഏതൊക്കെയാണ് ഈ ഒരു PM വിശ്വകർമ്മ സ്കീമിന് എലിജിബിൾ ആയിട്ടുള്ള 18 എലിജിബിൾ ട്രേഡ്സ് എന്ന് നോക്കിയാൽ, കാർപ്പന്റർ, ബോട്ട് മേക്കർ, ആർമറർ, ബ്ലാക്ക് സ്മിത്ത്, ഹാമർ ആൻഡ് ടൂൾ കിറ്റ് മേക്കർ, ലോക്ക് സ്മിത്ത്, ഗോൾഡ് സ്മിത്ത്, പോട്ടർ, സ്കൾപ്ചർ, സ്റ്റോൺ ബ്രേക്കർ, കോബ്ലർ ഓർ ഷൂ സ്മിത്ത്, മേസൺ, ഡോൾ ആൻഡ് ടോയ് മേക്കർ, ബാർബർ, ഗാർലൻഡ് മേക്കർ, വാഷർമാൻ, ടൈലർ ആൻഡ് ഫിഷിംഗ് നെറ്റ് മേക്കർ, ബാസ്കറ്റ്, മാറ്റ് ഓർ ബ്രൂം മേക്കർ ഓർ കയർ വീവർ. ഈ 18 എലിജിബിൾ ട്രേഡ്സിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് എന്തിനുള്ള എലിജിബിലിറ്റി, PM വിശ്വകർമ്മ സ്കീമിൽ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരു PM വിശ്വകർമ്മ സ്കീമിന്റെ കീ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ആണെന്ത്, റെക്കഗ്നിഷൻ. അതായത് ഈ ഒരു സ്കീമിന്റെ ബെനിഫിഷ്യറീസിന് എന്ത് കിട്ടും, PM വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും കിട്ടും. അതുപോലെ തന്നെ PM വിശ്വകർമ്മ സ്കീമിന്റെ ID കാർഡും കിട്ടും. ആൻഡ് ഈ രണ്ട് സർട്ടിഫിക്കറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു സ്കീമിന്റെ എല്ലാ ബെനിഫിറ്റ്സും അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. PM വിശ്വകർമ്മ സ്കീമിൽ എലിജിബിൾ ആയിട്ടുള്ള ബെനിഫിഷ്യറീസിന് എന്ത് കിട്ടും, PM വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും കിട്ടും. അതുപോലെ തന്നെ ID കാർഡും കിട്ടും. ആൻഡ് ഇത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ സ്കീമിന്റെ എല്ലാ ബെനിഫിറ്റ്സും അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തേതാണെന്ത്, സ്കിൽ അപ്ഗ്രഡേഷൻ. ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ 2 ട്രെയിനിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബെനിഫിഷ്യറീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബേസിക് ട്രെയിനിങ് 5 ദിവസം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ബേസിക് ട്രെയിനിങ്. ഈ ഒരു ബേസിക് ട്രെയിനിങ്ങിനകത്ത് സ്കിൽ എൻഹാൻസ്മെന്റ്,
മോഡേൺ ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യാം, ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിനെ കുറിച്ച് ആൻഡ് അതുപോലെ മാർക്കറ്റിങ്ങിനെ കുറിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡ്വാൻസ് ട്രെയിനിങ് ഉണ്ട്. 15 ദിവസം ലാസ്റ്റ് ചെയ്യുന്ന ഒരു അഡ്വാൻസ് ട്രെയിനിങ് ഉണ്ട്. ഈ അഡ്വാൻസ് ട്രെയിനിങ്ങിനകത്ത് എന്റർപ്രണർഷിപ്പിനെ കുറിച്ച്, അതായത് ഒരു ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതുപോലെ തന്നെ മോഡേൺ ടെക്നോളജിയെ കുറിച്ചും ബിസിനസ് എക്സ്പാൻഷനെ കുറിച്ചും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ രണ്ട് ട്രെയിനിങ്ങിനും, ബേസിക് ട്രെയിനിങ്ങിനും അതുപോലെ തന്നെ അഡ്വാൻസ് ട്രെയിനിങ്ങിനും സ്റ്റൈഫൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് ₹500 പെർ ഡേ, അതായത് ഒരു ദിവസം 500 rupees എന്നുള്ള സ്റ്റൈഫൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ബേസിക് ട്രെയിനിങ്ങിനും അഡ്വാൻസ് ട്രെയിനിങ്ങിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുകൂടാതെ മറ്റൊരു കീ ഫീച്ചർ ആണെന്ത്, ടൂൾ കിറ്റ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. അതായത് മോഡേൺ ടൂൾസ് ഓർ മോഡേൺ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 15,000 rupees, 15,000 രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസെന്റീവ് ഈ ഒരു സ്കീമിനകത്ത് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ 15,000 രൂപ പ്രൊവൈഡ് ചെയ്യുന്നത് ക്യാഷ് ആയിട്ടല്ല, പകരം ഈ റുപ്പി അല്ലെങ്കിൽ ഈ വൗച്ചേഴ്സിന്റെ രൂപത്തിലാണ്. മോഡേൺ ടൂൾസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്കീമിന്റെ ബെനിഫിഷ്യറീസിന് 15,000 rupees, 15,000 രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് ഇ റുപ്പി ഓർ ഇ വൗച്ചേഴ്സ്. ഈ റുപ്പിയുടെ അല്ലെങ്കിൽ ഈ വൗച്ചേഴ്സിന്റെ ഫോമിലായിരിക്കും എന്ത് ചെയ്യുന്നത്, 15,000 rupeesന്റെ ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എന്തിനാണ് ഈ റുപ്പി അല്ലെങ്കിൽ ഈ വൗച്ചേഴ്സിന്റെ രൂപത്തിൽ ഈ ഒരു ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സൺ സ്പെസിഫിക് ആൻഡ് പേർപ്പസ് സ്പെസിഫിക് ആയിട്ട് ഈ ഒരു എമൗണ്ട് യൂസ് ചെയ്യാനായിട്ടാണ്. സോ ഈ റുപ്പി അല്ലെങ്കിൽ ഈ വൗച്ചേഴ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആരുടെ പേരിലാണോ ഇഷ്യൂ ചെയ്യുന്നത് അയാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, ഈ റുപ്പി ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ ഈ എമൗണ്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ഇവിടെ പേർപ്പസ് എന്താണ്, മോഡേൺ ടൂൾസ് പ്രൊക്യൂർ ചെയ്യുക, അതിനു വേണ്ടി മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, ഈ വൗച്ചർ അല്ലെങ്കിൽ ഈ റുപ്പി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഈ റുപ്പിയുടെ അല്ലെങ്കിൽ ഈ വൗച്ചേഴ്സിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആർക്കാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അയാൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കൂ. ആൻഡ് എന്ത് പേർപ്പസിനാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ പേർപ്പസിന് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കൂ. അതാണ് എന്ത്, ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഈ റുപ്പിയുടെ ഓർ ഈ വൗച്ചേഴ്സിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത ബെനിഫിറ്റ് ആണെന്ത്, കൊളാറ്ററൽ ഫ്രീ ലോൺസ്. അതായത് ഈടില്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യ ഘട്ടത്തിൽ 1 lakh rupees വരെയും രണ്ടാമത്തെ ഘട്ടത്തിൽ 2 lakh rupees വരെയും, അതായത് ടോട്ടൽ 3 lakhs വരെ എന്ത് ചെയ്യുന്നുണ്ട്, കൊളാറ്ററൽ ഫ്രീ ആയിട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈടില്ലാതെ 3 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ലോൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഘട്ടത്തിൽ 1 lakh rupees, സെക്കൻഡ് ഘട്ടത്തിൽ 2 lakh rupees, അങ്ങനെ ഇൻ ടോട്ടൽ 3 lakh rupees വരെ എന്ത് ചെയ്യുന്നുണ്ട്, കൊളാറ്ററൽ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, എന്റർപ്രൈസ് ഡെവലപ്മെന്റ് ലോൺസിന്റെ രൂപത്തിൽ. അതായത് അവർക്കൊരു എന്റർപ്രൈസ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ 3 lakh rupees പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ലോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് എന്തുണ്ട്, ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഉണ്ട്. വിച്ച് മീൻസ് ഈ ലോൺ എടുത്ത ആ ഒരു ആപ്ലിക്കന്റ് അല്ലെങ്കിൽ ലോൺ ആരാണോ എടുത്തിരിക്കുന്നത് അയാൾ തിരിച്ചടക്കേണ്ട ഇൻട്രസ്റ്റ് മുഴുവനായിട്ട് അയാൾ അടക്കേണ്ട ആവശ്യമില്ല. ആ ഇൻട്രസ്റ്റിന്റെ ഒരു പാർട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ലോൺ എടുത്ത ആൾ പേ ചെയ്താൽ മതി. ബാക്കി റിമൈനിങ് എമൗണ്ട് ആരായിരിക്കും, ഗവൺമെന്റ് ആയിരിക്കും പേ ചെയ്യുന്നത്. അതാണ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ. സോ ഈ ലോൺ എടുത്ത ആള് എത്രയാണോ ഇൻട്രസ്റ്റ് തിരിച്ചടക്കേണ്ടത് ആ ഇൻട്രസ്റ്റിന്റെ ഒരു പാർട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, അയാൾ അടച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7%, 7% ഇരിക്കട്ടെ. സോ ഈ 7% തിരിച്ചടക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. സോ ഈ 7%ന്റെ ചിലപ്പോൾ ഒരു 3% മാത്രം ഈ ഒരു ലോൺ എടുത്ത ആൾ അടച്ചാൽ മതിയായിരിക്കും. ബാക്കിയുള്ള 4% ആരടയ്ക്കും, ഗവൺമെന്റ് അടയ്ക്കും. അതായത് ഈ ഒരു ഇൻട്രസ്റ്റിന്റെ എത്രയാണോ ഇൻട്രസ്റ്റ് അടക്കേണ്ടത് അതിന്റെ ഒരു പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ആയിരിക്കും പേ ചെയ്യേണ്ടത്. ബാക്കി മാത്രം എന്ത് ചെയ്താൽ മതി, ലോൺ എടുത്ത ആൾ പേ ചെയ്താൽ മതി. അതാണ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ. സോ ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ കൊടുക്കുന്ന ലോൺസിനകത്ത് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എന്താണ്, അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്കീമിന്റെ ടാർഗറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിസൻസിനെയും അതുപോലെ തന്നെ ക്രാഫ്റ്റ്മെന്റിനെ എന്ത് ചെയ്യുക, ഫോർമൽ സെക്ടറിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. അവരിപ്പോൾ വർക്ക് ചെയ്യുന്നത് അൺഓർഗനൈസ് സെക്ടറിലാണ്, അവരെന്ത് ചെയ്യുക, ഓർഗനൈസ് സെക്ടറിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ ടോട്ടൽ ഔട്ട്ലേ ബഡ്ജറ്റിൽ ഈ ഒരു സ്കീമിന് അനുവദിച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് 13,000 crore ആണ്, 13,000 കോടി രൂപയാണ് 5 വർഷത്തേക്ക്. 2023-24 മുതൽ 27-28 വരെയുള്ള ഈ ഒരു 5 വർഷത്തേക്ക് ടോട്ടൽ ആയിട്ട് 13,000 crore, 13,000 കോടി രൂപയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ബഡ്ജറ്റിൽ ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ നിങ്ങളുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, consider the following statements about the Pradhan Mantri Fasal Bima Yojana.
First statement. Pradhan Mantri Fasal Bima Yojana was launched in 2016 to provide crop insurance to the farmers. Second, the scheme is mandatory for all the farmers in India. Third one, premium rates under Pradhan Mantri Fasal Bima Yojana are uniform for all crops and all farmers. Which of the above statements is or are correct? Option A, 1 only. Option B, 2 only. Option C, 1 and 3 only. Option D, all of the above. ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ് കറക്റ്റ് ആൻസർ എന്താണ് കമന്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരുന്നത് ഈ 3 സ്കീംസ് ആയിരുന്നു. സോ പുതിയ സ്കീംസുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക്